പക്ഷെ അജുവിന് കൂടുതൽ അടുപ്പം എങ്ങനെയാണ് ധ്യാനമായിട്ട് വന്ന്? അത്രയും നല്ല സവിശേഷ സ്വഭാവ ഗുണമുള്ള അവനാണല്ലോ. വളരെ വൈകിയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. ബെസ്റ്റ് ഫ്രണ്ടിനെ തഴഞ്ഞിട്ട് നമ്മൾ മറ്റൊരാളെ അങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ അത്രയ്ക്ക് വലിയ പുള്ളിയായിരിക്കണം ഈ ഫ്രണ്ട്. അത് വിനീതൻ ഉത്തരം പറയണ്ട. ഞാൻ ഇന്നുവരെ ചോദിച്ചിട്ടില്ല, ഇനി അറിയണ്ട. കോളേജിൽ നിങ്ങളുടെ ഫുഡ് കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. വിനീതൻ ഉണ്ടായിരുന്നല്ലോ. വിനീത് കുറച്ചുകൂടി ഞങ്ങൾക്ക് ഇഷ്ടം അപ്പുറത്തുള്ള ബാറൊക്കെ കന്ദൻ വൈൻസ്. കേരളം വിട്ടപ്പോഴാണ് തനി സ്വഭാവം പുറത്തെടുത്തത്. ഇവിടെ മാന്യതയുടെ മുഖം മൂടിയിട്ട് പിന്നെ തിരിച്ചെത്തപ്പോൾ ആ മുഖം മൂടിയില്ലായിരുന്നു. കൂട്ടുകാർ നല്ലതായതുകൊണ്ട് എന്ത് ഗുണം. അതെ അതെ അതെ. മലർവാടിക്ക് മുന്നേ എനിക്ക് അസിസ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. പക്ഷെ ഇതിലോട്ട് എന്താ അഭിനയിക്കാൻ വിളിച്ചത് ശരിക്കും അറിയില്ല. അത് വിളിച്ച് നന്നായി, എനിക്കൊരു ജോലി കിട്ടിയല്ലോ. നിങ്ങൾ പക്ഷെ ബാങ്കിലല്ലായിരുന്നു. ഞാൻ ആ സമയത്ത് ജോലി രാജിവെച്ചു. അവിടെയാണ് വിനീത് രക്ഷകനായി എനിക്കൊരു ജോലി വന്നത്. ഒരു മാലാഖയെ പോലെ ആര് വിളിച്ചാലും പോകുന്നുള്ള സ്റ്റാൻഡായിരുന്നു. ആര് പക്ഷെ നിവിൻ വന്നത് ഒരു സിനിമയിലോട്ട് മാത്രമല്ല, നിവിൻ ഒരു ഗ്രൂപ്പിലോട്ട് വരണേ. അല്ല, നിവിൻ്റെ എൻട്രി ഹീറോയിക് എൻട്രിയാണ്. പെരിയാർ ബാക്കിൽ എല്ലാവരും അവിടെ ഇവിടെയൊക്കെയായിട്ട് റിഹേഴ്സൽ ചെയ്യുന്നു. കാര്യം അടുത്ത അവരുടെ ആയിരിക്കും. അവിടെ ഒരു ഗംഭീര പെർഫോമൻസിൻ്റെ ഒച്ച കേൾക്കുന്നു. ആ ക്യാമ്പ് കഴിഞ്ഞ് വിനീതായിട്ട് ഞാൻ സംസാരിച്ചപ്പം വിനീത് പറഞ്ഞു, നമുക്ക് പ്രകാശനെ കിട്ടിയടാന്ന് പറഞ്ഞു. നിവിൻ പോളി പിന്നെ ആ തട്ടൊന്നും പറ്റി എൻ്റെ സാറേ തരംഗമായിരുന്നു. കട്ടിലയിൽ നിങ്ങൾ തിരിയണതും പറഞ്ഞത് ഫോൺ എടുക്കുന്നതും അതന്ന് പറഞ്ഞു കിടത്തിയതാ. ടോപ്പ് ആംഗിൾ ഷോട്ട് നോക്കുമ്പം ഒളിമ്പിക്സിന് ഓടുന്ന പോലെ കിടന്നുറങ്ങുന്ന അബ്ദു ഡിസൈൻ ഷോട്ട്. അതിന് ബാഗ് DK ബോസിന്റെ BGM സ്ക്രിപ്റ്റുണ്ട്. സെറ്റില് പച്ചയ്ക്ക് വിനീതിന്റെ ചീത്ത കേൾക്കും. അവൻ അങ്ങനെയൊക്കെ വാക്ക് ഉപയോഗിക്കുന്നത് ഞാൻ എന്നാ അറിഞ്ഞു. ഇപ്പം മെയിൻ വേഷമൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊക്കെ സൂയിസൈഡ് അല്ലാതെ കോൺഫിഡൻസിന്റെ ഇഷ്യൂ തന്നെ. എന്നോട് എനിക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരു കമന്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, സുഹൃത്തുക്കൾ കാരണം സിനിമയിൽ നിൽക്കുന്ന ഒരാൾ. പക്ഷെ എനിക്കത് അപമാനത്തിന് ഒരു അഭിമാനമാണ് തോന്നിയത്. അതായത് വിനീതിന്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഞാൻ ഫ്രണ്ട്. വിനീത് രക്ഷയില്ല. എല്ലാ സിനിമകൾക്കും പറയുന്ന ഫസ്റ്റ് കാര്യം ഇതാണ്, വണ്ണം കുറയ്ക്കണം. അത് ഞാൻ അനുസരിക്കാതിരുന്ന ഒരേ ഒരു സിനിമ വർഷങ്ങൾ ശേഷമുള്ളൂ. ധ്യാൻ വരെ കുറച്ചു. ഈ 2014 സമയത്താണ് താങ്കളുടെ ജീവിതത്തിലേക്ക് അഗസ്റ്റീന കടന്നു വരുന്നത്. ഒളിപ്പിച്ചു വെക്കേണ്ട സമയമൊന്നും എടുത്തില്ല. കോസ്റ്റ്യൂം ഡിസൈനിങ് ഉള്ളതുകൊണ്ട് അങ്ങനെ നിവിനും എനിക്കും വേണ്ടി ഒരു ഫോട്ടോഷൂട്ടാണെന്നാണ് തോന്നുന്നത്. ആ പരിചയം പെട്ടെന്ന് തന്നെ. പിന്നെ ആ കുട്ടിക്ക് ഒന്നും പ്രൊഫഷന് ചെയ്യാൻ പറ്റിയില്ല. 4 പിള്ളേരെ നോക്കാന്ന് പറയുന്നത് തന്നെ ഒരു വലിയ പ്രൊഫഷനാണ്. 4 കുട്ടികളുള്ള ഞാൻ ഈ അടുത്ത് എൻ്റെ സെറ്റിൽ ഇത്ര ഒരു കുഞ്ഞ് വളരെ പേടിച്ചു. വേറൊന്നും കൊണ്ടല്ല, ഇത് ആർട്ട് പ്രോപ്പർട്ടി അല്ല, ഇതൊരു അമ്മയുടെ കുഞ്ഞാണ്. ഈ മിന്നൽ മുരളിൽ എൻ്റെ ചുറ്റും എൻ്റെ മോളി മാസ്ക് ഇട്ട് നിൽക്കുമ്പോഴും ഞാൻ മുണ്ടാണ് തെരുവായിട്ട് കണ്ടുപിടിക്കുന്നത്. തെറ്റ് ചെയ്തോ? പക്ഷെ ഡോണ്ട് ലൈ. വഴി കൂടെ പോകണ എല്ലാവരോടും സത്യം പറയണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. അവർ ഡിസർവ് ചെയ്യണ്ടേ. ഞാൻ കള്ളേ പറയാറുള്ളൂ. ഇപ്പം എത്ര നേരം പറഞ്ഞത് അത് ഞാൻ പറയില്ല, എത്രമാത്രം എന്നുള്ളത്. There is always a reason to smile. You just need to find it. ലൈഫ് ബിഹൈൻഡ് ദ മൈക്ക് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ രേണു. എനിക്കൊപ്പം എന്നെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള, ഇപ്പോഴും ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ, വെറുതെ കണ്ടിട്ടുണ്ടെങ്കിലും ചിരി തരുന്ന ഒരാളാണ് അജു. വെൽക്കം. രേണു. അജു, ഈ സൗഹൃദങ്ങളെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്ന ഒരു ദിവസം കൂടിയാണെന്ന്. ഞാനും അജുവും ഒരേ സ്കൂളിൻ്റെ ക്യാമ്പസിൽ 2 സെക്ഷനിലായിട്ട് നടന്നിട്ടുള്ള കഥയൊന്നും ഇവിടെ ഇരിക്കുന്ന ആർക്കും അറിയത്തില്ല, ഞാൻ പറഞ്ഞും കൊടുത്തില്ല. രാജഗിരി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്ക് അന്നേ ഒരു സുഹൃത്ത് ബന്ധം സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ആക്സസ് ഇല്ലായിരുന്നല്ലോ അങ്ങോട്ട്. സ്റ്റേറ്റ് സ്കൂളും അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ ആരെയും ശ്രദ്ധിക്കുകയോ കാണുമോ, ഞങ്ങളുടെ സൈഡിലോട്ട് നോക്കുകയോ ചെയ്തിട്ടില്ല? നോക്കിയിട്ടില്ല. എന്താ ചെയ്തത്? നിവിൻ അങ്ങനെയല്ല പറഞ്ഞത്. ആ, അവൻ സത്യം പറഞ്ഞില്ലേ? പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് അതിലേ നടന്ന് ഇപ്പറയുള്ള പല പെൺകുട്ടികളെ നോക്കി നല്ല സ്കൂളാണല്ലോ അതെന്ന് പറഞ്ഞ് വെറുതെയാണ്. നിങ്ങൾ ആരും നോക്കാറില്ലായിരുന്നല്ലോ. അല്ലെങ്കിൽ നോക്കാൻ മാത്രം എന്താണ്? സ്റ്റേറ്റ് സ്കൂളിൻ്റെ അടുത്ത് CBSE വരുമോ? ആ സമയത്ത് വ്യക്തമായ ഓർമ്മയില്ല. ടൈമിംഗ് ഒക്കെ വേറെയാ. ഇന്റർവെല്ലിന്റെ ഇന്റർവെല് 2 നിങ്ങളെ പേടിച്ചിട്ടാന്നാ പറഞ്ഞത്. ആണോ? ഓ, നിങ്ങളെ അവിടെ പിന്നെ ആണുങ്ങളില്ലായിരുന്നല്ലോ. ഇത്രയും സ്മാർട്ട് പയ്യന്മാര്. ഓർമ്മയുണ്ട്. പുത്രനൊക്കെ നിങ്ങളുടെ എവിടെയാ? അൽഫോൺസ് പുറത്തായിരുന്നു. പക്ഷെ നിങ്ങളെ പോലെയുള്ള സുന്ദരന്മാര് സ്റ്റേറ്റ് സ്കൂളിലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ നോക്കിയില്ല ബേസിക്കലി. അതാണ് എന്തിനാണ് ഈ പിള്ളേർ. അതെ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ ആ സമയം തൊട്ട് തുടങ്ങിയത് അജുവിൻ്റെ ജീവിതത്തിലുണ്ട്. എനിക്ക് അജുവിനെ ഓരോ തവണ കാണുമ്പോഴും ഉള്ളൊരു ഫീലിംഗ്, ഒരു കോംപ്ലക്സിൻ്റെ ഫീലിംഗ് ആണ്. അജുവിന് അറിയോ എന്താണ്? മലർവാടി ആർട്സ് ക്ലബ്ബ് 15 കൊല്ലം. ഞാൻ ഓരോ തവണ അജുവിനെ കാണുമ്പോഴും അജുവിൻ്റെ ആ സിനിമ ഞാൻ ഓർക്കുകയാണ്. ഞാൻ എൻ്റെ പ്രായം എണ്ണും. മലർവാടി 15 കൊല്ലം. അജുവിന് പ്രായമാകുന്നതോടെ എനിക്കും പ്രായമാകുമായിരുന്നു. ഞാൻ ആ ഈ സിനിമ കഴിഞ്ഞ ആഴ്ച കണ്ടു വീണ്ടും. അപ്പോൾ അതിലെ ആ കുട്ടു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സിനിമ. കൂട്ടുകാർ നല്ലതായതുകൊണ്ട് എന്ത് ഗുണം. അതെ അതെ അതെ, അങ്ങനെ ഒരു സൗഭാഗ്യം എനിക്കുണ്ട്. എല്ലാം ഭയങ്കര വെട്ടി തുറന്ന് പറയുന്ന, തല്ലിപ്പൊളിയാണെങ്കിൽ തല്ലിപ്പൊളിയാന്ന് പറയുന്ന സുഹൃത്തുക്കളുണ്ട്. അജു ഇത് ഏറ്റവും അവസാനമായിട്ട് കണ്ടതെന്ന് ഇപ്പം ഈ അടുത്ത് കണ്ടുകൊണ്ടേനൊക്കെ വന്ന പോലെ നമ്മൾ പരസ്പരം കളിയാക്കാനൊക്കെ, എന്നെ കളിയാക്കാൻ വേണ്ടി അതിൽ പറഞ്ഞ മോശം അഭിനയത്തിന്റെ സെഗ്മെന്റ്സ് ഒക്കെ കാണിച്ചു തരാൻ വേണ്ടിയൊക്കെ ആയിട്ട് നിങ്ങൾ മലർവാടി കാണുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ? പക്ഷെ എനിക്കൊന്നും നിവിന് ഫീൽ ചെയ്യേണ്ട കാര്യമില്ല.
കാര്യം മലർവാടിയിൽ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. നാച്ചുറലി ഭഗത്തിന് അത് ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. ഹരീൻ ശ്രാവണും ഞാൻ ഇച്ചിരി ഫീൽ ചെയ്യും. തുറന്ന് സമ്മതിക്കാൻ എനിക്കൊരു മടി. ഞാൻ അമ്മമാരെ കൂടെ കൂടെ കൂട്ടിയിട്ടുണ്ട്. അതെ, എപ്പോഴും നല്ല നരകത്തിലോട്ടാണെങ്കിലും ഒരു സുഹൃത്തും കൂടെ ഉണ്ടെങ്കിൽ. മറ്റേ എന്താ പറയുക, ജനങ്ങൾ അത്രയാന്ന് പറഞ്ഞിരുന്നു നിവിനെ ഭഗത്തിനെ കുറിച്ച് നല്ലതെന്ന്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ഈ സിനിമയിലോട്ട് വരുമ്പം ഒരുപാട് കുട്ടികളെ ഓഡിഷൻ ചെയ്തിട്ടാണ് സിനിമയിലോട്ട് ആളുകളെ ചൂസ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. കാലൊടിഞ്ഞ് വന്ന പാർട്ടി ആരായിരുന്നു? നിവിനായിരുന്നു കാലൊടിഞ്ഞിട്ടെന്ന് ഓഡിഷൻ വന്നത്. അപ്പം ഇതെല്ലാത്തിൻ്റെ ഇടയിൽ തിരികെ കയറിപ്പോയതാണ് മിസ്റ്റർ അജു വർഗീസ് എന്നൊരു കിംവദന്തി ഭയങ്കരമായിട്ടുണ്ട്. അതൊരു കിംവദന്തി അല്ല, ആണോ? വിനീതിന്റെ സുഹൃത്തായത് അതെനിക്കറിയാം. ശരിക്കും നിങ്ങളെ തിരികെ കയറ്റിയതാണോ? എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ദിവസം ഉച്ചയ്ക്ക് മലർവാടി ചെയ്യുന്ന കാര്യം അറിയാം, പാട്ടൊക്കെ കേൾപ്പിച്ചിട്ടുണ്ട്, ഞാൻ ഇൻഫോംഡ് ആണ് ഈ പ്രൊജക്റ്റിനെ കുറിച്ചൊക്കെ. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറയായിരുന്നു, ഇതിലൊരു ക്യാരക്ടർ പ്ലേ ചെയ്യാൻ ആലോചിക്കുന്നതുണ്ട് നിന്നെയാണ്, നമുക്ക് ഓഡിഷനൊക്കെ ഉണ്ട്, ഓരോന്നോരോന്നായിട്ട് അപ്ഡേറ്റ് ചെയ്തേക്കാം, ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് പറഞ്ഞത്. അപ്പം അന്ന് ഇപ്പോൾ ഇരിക്കുന്ന പോലെ കൊണ്ട് ഇത്രയല്ല, നല്ല അതിനനുസരിച്ചുള്ള നല്ല വണ്ണമുണ്ട്. അപ്പം അതിൽ നിന്ന് ഒരുപാട് കുറയ്ക്കണമായിരുന്നു ഇപ്പോൾ കാണുന്ന കുട്ടൂലോട്ടാവാൻ. അപ്പം അതാ അദ്ദേഹം ഫസ്റ്റ്, അദ്ദേഹം എപ്പോഴും പറയുന്ന, എല്ലാ സിനിമകൾക്കും പറയുന്ന ഫസ്റ്റ് കാര്യം ഇതാ, വണ്ണം കുറയ്ക്കണം. അത് ഞാൻ അനുസരിക്കാതിരുന്ന ഒരേ ഒരു സിനിമ വർഷങ്ങൾക്ക് ശേഷമുള്ളൂ. ബാക്കി എല്ലാത്തിനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. വടക്കൻ സെൽഫി ഇച്ചിരി ശ്രമം പറ്റിയില്ല. മലർവാടിയും തട്ടവും ഹൃദയവും ഞാൻ ആക്ച്വലി, എനിക്ക് എല്ലാ പടത്തിലും ഇത് പറയും, വിനീത് രക്ഷയില്ല, ധ്യാൻ വരെ കുറച്ചു പേടിച്ചിട്ട്. ഫസ്റ്റ് VS എല്ലാവരും കണ്ടാൽ പറയുന്നത് വണ്ണം കുറയ്ക്കണം കേട്ടോ, ഇതാന്ന് തോന്നുന്നു ആദ്യം പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി കൂടുമല്ലോ. അപ്പം ഫൺ പടമാകുമ്പം നമുക്കൊന്ന് എന്താ പറയുക, ഇങ്ങനെ ജമ്പ് ചെയ്ത് നിൽക്കണമല്ലോ. അപ്പം അത് കൊണ്ടായിരിക്കണം വിനീതുമായിട്ടുള്ളൊരു കൂട്ട്. അപ്പം അങ്ങനെ അജുവിനെ ഫസ്റ്റ് മൂവിയിൽ കൺസിഡർ ചെയ്യണമെങ്കിൽ ഞാൻ ചോദിക്കാൻ റീസൺ ഉണ്ട്. നോബിളിനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു. നോബിൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അവൻ്റെ മുന്നേ നിന്ന് ഞാൻ അഭിനയിച്ച് കാണിച്ചു, ഡാൻസ് ചെയ്ത് കാണിച്ചു. അത് ഞാൻ നോബിളിനോടും പറയാറുണ്ട് അല്ലേ, ഇതെല്ലാം ചെയ്തു. അതായത് വിനീതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഞാൻ ഫ്രണ്ട്. അതാണ്, അത് നോബിൾ എടുത്തു പറഞ്ഞു, അവൻ ഫ്രണ്ട്, ഞാൻ ബെസ്റ്റ് ഫ്രണ്ട്. മാത്രമല്ല എനിക്ക് അഭിനയം ജീവിതത്തിൽ പ്ലാൻഡ് അല്ല. നോബിൾ അന്നോട്ട് മോഡലിംഗ്, മുടി വളർത്തൽ, ജോൺ അബ്രാമിൻ്റെ സ്ട്രെയിറ്റനിങ്, സൽമാൻ ഖാൻ്റെ തേരെ നാം ലുക്ക്, മാഗസിനിൽ പടം വരുന്നു, അന്ന് മോഡലിംഗ് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയൊക്കെ ചേർന്ന് സെൻറ്റർ പേജൊക്കെ വരാം, ചിത്രഭൂമി അല്ലെങ്കിൽ ഓർമ്മയില്ല കൃത്യം വാരികയുടെ പേര്. അപ്പം അതിലൊക്കെ വന്നു. എനിക്ക് അഭിനയം എന്ന് പറഞ്ഞ പ്ലാനേ ഇല്ല. എന്നിട്ട് ഈ മുമ്പിൽ നിൽക്കുന്ന എന്നെ നീ കണ്ടില്ല പറഞ്ഞു. അല്ല, അത് സത്യമല്ലേ. എന്നിട്ട് തട്ടം ചെയ്തപ്പോൾ കണ്ടില്ല, വടക്കൻ സെൽഫി ചെയ്തപ്പോൾ കണ്ടില്ല, ജേക്കബ് ചെയ്തപ്പോൾ അവൻ പ്രൊഡ്യൂസർ. അപ്പോഴും അവൾ പറഞ്ഞു എനിക്ക് അഭിനയിക്കാനാണ് ഇഷ്ടം. അങ്ങനെ ഹെലം വേണ്ടി വന്നു. അതിലും എനിക്ക് തോന്നുന്നു VS ഒരു പോയിന്റ് ചോദിച്ചതിന് അവൾ പറഞ്ഞു, നമുക്കിതിൽ ഇന്ന ആളെ വെച്ചാൽ നിനക്ക് എന്താ അഭിപ്രായം? മര്യാദക്ക് ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ് ഞാൻ അഭിനയിക്കണം. അത് ഇത് നടന്നതാണ്. നോബിൾ എന്നോട് പറഞ്ഞിട്ടുള്ള, ഇതിലും പറഞ്ഞിട്ടുള്ള. നോബിൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇതൊക്കെ ഞാൻ ചോദിച്ചു, എന്നിട്ട് പിന്നീട് ചോദിക്കാതിരുന്നോ? അതായത് ഒരു തവണ പറഞ്ഞു, വിഷമം. അരവിന്ദൻ്റെ അതുകളിൽ ഒരു പാസിങ്ങിൽ നോബിളുണ്ട് കേട്ടോ. എൻ്റെ അജു അത് ഈ സങ്കടങ്ങളെല്ലാം നോബിൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇരക്കുവാണ് ഓരോ തവണ, എൻ്റെ അയച്ചു കൊടുക്കുന്നു, ഫോണിൽ എടുത്ത് കാണിക്കുന്നു, എല്ലാം കണ്ട കൊള്ളാം, പക്ഷെ നീ അഭിനയിക്കണ്ട എന്ന് അവസാനം വരെ പറഞ്ഞു. അവസാനം ഈ മിന്നൽ മുരളിൽ എൻ്റെ ചുറ്റും എൻ്റെ മോളി മാസ്ക് ഇട്ട് നിൽക്കുമ്പോഴും ഞാൻ മുണ്ടാണ് തെരുവായിട്ട് കണ്ടുപിടിക്കുന്നത്. മിന്നൽ മുരളി എന്നുള്ള തെളിവ് എനിക്ക് അറിഞ്ഞു കഴിയുമ്പം ഞാൻ തെളിവ് ഓർക്കുമ്പോൾ എൻ്റെ മുമ്പിൽ എൻ്റെ മകൾ ഈ മിന്നൽ മുരളിയുടെ മാസ്ക് ഇട്ടാണ് കളിക്കുന്നത്. അത് ഞാൻ കാണുന്നില്ല, അപ്പുറത്തെ മുണ്ടിലാണ് ഞാൻ കാണുന്നത്, അതെടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. സെയിം കാര്യമില്ല. ഇപ്പം ഫൈനലി അത് ഹെലൻ കഴിഞ്ഞു. ഇനിയിപ്പം ഇനിയും നോബിൾ ഈസ് ഓൺ ഫയർ. ഇനി എൻ്റെ സംശയം ഇതല്ല, ബെസ്റ്റ് ഫ്രണ്ടിനെ തഴഞ്ഞിട്ട് നമ്മൾ മറ്റൊരാളെ അങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ അത്രയ്ക്ക് വലിയ പുള്ളിയായിരിക്കണം ഈ ഫ്രണ്ട്. അത് എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യമല്ല എന്തുകൊണ്ടെന്ന്. അത് പുള്ളി തന്നെ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് താല്പര്യം ഉണ്ടായിരുന്ന ഒരു കാര്യമാണെങ്കിൽ എനിക്ക് പിന്നെയും ഞാൻ അതിനുവേണ്ടി പ്രവർത്തിച്ചു, അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു, അത് കണ്ടു.
അത് വിനീതൻ ഉത്തരം പറയാം. എനിക്ക് സംശയം, ഞാൻ ഇന്നുവരെ ചോദിച്ചിട്ടില്ല, ഇനി എങ്ങാണ് ആ ഉത്തരം അറിയണ്ട. ആ മലർവാടിയിലും പിന്നെ തട്ടത്തിൻ മറയത്തിലൊക്കെ വന്ന് കഴിയുമ്പോൾ കട്ടിലേക്ക് കിടന്നിട്ടുള്ള ചിഞ്ചു മഞ്ജു, എനിക്കത് ഭയങ്കര, നമുക്കിപ്പോൾ 15 വർഷം മുമ്പുള്ള 13 വർഷം മുമ്പുള്ളാകുമ്പം നമുക്കൊരു ചമ്മല്, എനിക്കൊരു അല്ല ഞാൻ പറഞ്ഞേ, ഇതുപോലത്തെ സീനുകൾ ചിലപ്പോൾ ഒരുപക്ഷെ വിനീത് നേരിട്ട് കണ്ടിട്ടാവില്ലേ അജുവിനെ അതിലോട്ട് മലർവാടിയിലെ വേഷം, എൻ്റെ ഹോസ്റ്റലിലെ വേഷമൊക്കെ അതായിരുന്നു. ടീഷർട്ട് ഒരു കയ്യിലൊക്കെ കൊടുത്തായിരുന്നു നടന്നിരുന്നത്. വേഷം അത് കണ്ടിട്ടുണ്ട് വിനീത്. മറ്റേത് എനിക്ക് ശരിക്കും അറിയില്ല. ബിക്കോസ് തീർച്ചയായിട്ടും ഞാൻ അസിസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ടോ അല്ല, മലർവാടിക്ക് മുന്നേ എനിക്ക് അസിസ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, ചോദിക്കാൻ. പ്രൊജക്റ്റൊക്കെ സ്റ്റാർട്ടായി കഴിയുമ്പോൾ അത് ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് എഴുതണം എന്നുള്ള പുള്ളിക്കറിയായിരുന്നു, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്. പക്ഷെ ഇതിലോട്ട് എന്താ അഭിനയിക്കാൻ വിളിച്ചത് എനിക്ക് ശരിക്കും അറിയില്ല. അത് വിളിച്ചത് നന്നായി. പിന്നെ എത്ര നല്ല ഇത് നമുക്കും കിട്ടി. അത് എനിക്കൊരു ജോലി കിട്ടിയല്ലോ. നിങ്ങൾ പക്ഷെ ബാങ്കിലല്ലായിരുന്നു ഇത് വിളിക്കുന്ന സമയത്ത്? അജുവിന് എനിക്കൊരു ബാങ്കിൽ ഒരു ഉദ്യോഗസ്ഥനായിട്ട് ആളുകളൊക്കെ വരുമ്പോൾ അവരുമായിട്ട് ഞാൻ ഹ്യൂമൻ റിസോഴ്സസ് എന്നാലും ഇടപെടേണ്ട ആൾക്കാരെ കേട്ട് നിങ്ങൾ ആൾക്കാരായിട്ട് ഇടപെടണം, കാശ് ഇടപാടില്ല. അതില്ല. പക്ഷെ എന്നാൽ ഈ ബാങ്ക് ജോലി എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വരെ നിന്നൊരു 9 to 5 പോലെ. 9 to അല്ല 9 to 10 ഒക്കെ ആയിരിക്കും. 9 to 10. അതെ അതെ. നിങ്ങൾ അങ്ങനെ നിൽക്കണം എന്ന് എനിക്ക് ഊഹിക്കാനേ മേല. അപ്പോൾ ഈ വിനീതിന്റെ വിളി ശരിക്കും ഇതാണോ, സ്വർഗത്തിൽ നിന്ന് വന്നൊരു വിളി? ഓക്കെ, ഞാൻ ജോലി ഇല്ല, ഞാൻ ആ സമയത്ത് ജോലി രാജിവെച്ചു. HSBC-ലായിരുന്നു, റിസഷൻ ആയിരുന്നു 2008. അപ്പം ലണ്ടൻ ബാങ്ക്സ് ഒക്കെ റിസഷനിൽ എഫക്റ്റഡ് ആയിരുന്നു. അപ്പം ഞാൻ ജോലി പോയത് രാജിവെച്ചു. അവർ ചോദിച്ചു നിങ്ങൾ മാറുന്നു, എനിക്കും അത് നാച്ചുറലി ആ ജോലി മതിയും തോന്നിയിരുന്നു. സോ ഇറ്റ് വാസ് മ്യൂച്വൽ. അപ്പോൾ അങ്ങനെ ഞാൻ നാട്ടിലായിരുന്നു. രക്ഷപ്പെട്ടല്ലേ? നാട്ടിൽ കള്ളുകൂടിയായിട്ട് നടക്കുക. ഭയങ്കര തിരക്കുള്ളൊരു പ്രൊഫഷനാണല്ലോ. തീർച്ചയായിട്ടും വൈകുന്നേരമൊക്കെ ഞങ്ങളൊക്കെ വളരെ ബിസിയായിരുന്നു ആ കാലഘട്ടത്തിൽ. ഈ കാലഘട്ടത്തിൽ ആണോ നിങ്ങൾ വിനീതിനെയും നിവിനെയൊക്കെ കൂടി കൂട്ടിമുട്ടിച്ച് അതിൻ്റെ പാലം? അതെങ്ങനെയാണ് ഓഡിഷൻ വന്ന പത്രത്തിൽ എന്തോ, സോഷ്യൽ മീഡിയ ഒന്നും അങ്ങനെ ഇങ്ങനെ ഇല്ലല്ലോ. ഇല്ല, പത്രത്തിൽ ഓഡിഷൻ കോൾ ഉണ്ടായിരുന്നു. അങ്ങനെ നിവിൻ ഗ്രാൻഡ് പിക്ചേഴ്സിന്റെ ഓഡിഷൻ കോൾ ഉണ്ടായിരുന്നു, ദിലീപേണ്ട ബാനറിന്റെ. അങ്ങനെയാണെന്ന് തോന്നുന്നു. ബാക്കി എനിക്ക് നിവിന്റെ എക്സാക്ട് അറിയില്ല. സിനിമയിൽ അൽഫോൺസ് എന്തോ പറഞ്ഞു നിവിനോട്, ഇങ്ങനെ വിനീത് ശ്രീനിവാസൻ സിനിമ ചെയ്യുന്നു, നീ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അതാണ് എൻ്റെ ഒരു മോശമില്ലാത്ത ഓർമ്മ. ഇത് സിനിമയിലോട്ടുള്ള വരവാ. പക്ഷെ നിവിൻ വന്നത് ഒരു സിനിമയിലോട്ട് മാത്രമല്ല, നിവിൻ ഒരു ഗ്രൂപ്പിലോട്ടാണ് വരണേ. അതായത് നിങ്ങൾ, നിവിൻ, വിനീതൊക്കെ പിന്നെ ഒരു ഫുൾ സെറ്റായി അവിടെ നിന്നൊരു ഫ്രണ്ട്ഷിപ്പിലോട്ട് വന്നു. സാധാരണ നമ്മൾ ഈ കോളേജിൽ നിന്നെല്ലാം വന്നിട്ട് നമ്മളൊരു ഗ്രൂപ്പായ പുതിയ ആൾക്കാരെ കയറ്റലൊക്കെ ഭയങ്കര കുറവാണ്. നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് വരും. നിവിനെ നിങ്ങൾ അങ്ങോട്ട് ദത്തെടുക്കുമായിരുന്നു, അതോ നിവിൻ സ്വയം? കാരണം നിവിൻ്റെ എൻട്രി ഹീറോയിക് എൻട്രിയാണ്. YMCA ഹോസ്റ്റൽ ആണോ അത്, ആലുവ പെരുമ്പാവൂർ റൂട്ടിൽ യൂത്ത് മെൻസ് ഹോസ്റ്റലാണോ, ഹോസ്റ്റലായിരിക്കണം. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ക്യാമ്പ്. അവിടെയായിരുന്നു ക്യാമ്പിൽ 25 പേരുണ്ട് ഈ ഓഡിഷൻ സെലക്ട് ആയി. ഓഡിഷൻ എനിക്ക് തോന്നുന്നു അന്ന് ക്ലോസ് ടു ലെസ് ദാൻ ഫ്യൂ തൗസൻഡ്സ് എൻട്രീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 25 പേരെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ആ 25 പേർക്ക് ഈ ക്യാമ്പിൽ 3 ദിവസം ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിലാണ് ഒരു ദിവസം ഒന്ന് ഞാൻ സ്കൂൾ കഴിഞ്ഞ് കണ്ടിട്ട് കുറേ കാലമായി, കണ്ടിട്ടില്ലല്ലോ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞു. നല്ല താടിയൊക്കെ ഉണ്ട് വരുന്ന സമയത്ത്. ഉണ്ട് കാല് വയ്യ കറക്റ്റാണ്. അപ്പം ഓരോ ക്യാമ്പിലെ ഈ 25 പേരെ 5 പേരായിട്ട് തിരിച്ചു, 5 ഗ്രൂപ്പാക്കി, 5 മെമ്പേഴ്സുള്ള. ഇവർക്ക് ഒരു ദിവസം 1-2 സ്കിറ്റുകൾ അല്ലെങ്കിൽ സീനുകൾ, അല്ലെങ്കിൽ സിനിമയിലെ ഗ്രൂപ്പ് സീനുണ്ടല്ലോ, ഇപ്പം മാന്നാർ മത്തായി സ്പീക്കിങ്ങിലേക്ക് പോലത്തെ, അത് പ്രിപ്പയർ ചെയ്ത് പ്രസൻറ്റ് ചെയ്യണം എല്ലാവരുടെയും മുന്നിൽ. വിനീതിൻ്റെയൊക്കെ മുന്നിൽ. പ്രൊഡക്ഷൻ എനിക്കൊന്നു അങ്ങനെ എനിക്ക് പേരുകൾ പെട്ടെന്ന് കിട്ടുന്നില്ല, അവരൊക്കെ വളരെ പുതിയ ആൾക്കാരാണല്ലോ. അപ്പം ഞങ്ങൾ നന്ദനുണ്ട്, സിജു ഉണ്ട്, മനു ഉണ്ട്. ടൂർണമെൻറ്റ് നമ്മുടെ ഇപ്പോൾ ഈ 1000 ബേബീസിലെ ക്യാരക്ടർ ചെയ്ത മനു ഉണ്ട്, ഗോപനുണ്ട്, ശബരീഷില്ല, ഭഗത്തില്ല. ഭഗത്താണ് ആക്ച്വലി ഫസ്റ്റ് കാസ്റ്റഡ് ആയത്. ആ ഓഡിഷൻ കഴിയുമ്പോഴേ വിനീത് ഭഗത്തിനെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. കാസ്റ്റിംഗ് കഴിഞ്ഞു. ഫസ്റ്റ് കാസ്റ്റിംഗ് ഭഗത്താണെന്നാണ് എൻ്റെ അറിവ്. അതെ. അതുകൊണ്ടാണ് അയാൾക്ക് അന്ന് MBA എന്തോ ഫിനിഷ് ചെയ്യാൻ ലണ്ടനിൽ പോകണമായിരുന്നു. അപ്പോൾ അത് ഫിനിഷ് ചെയ്യാൻ എന്തോ തിരിച്ചു പോകണമായിരുന്നു.
അയാൾ അത് കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. അയാൾക്ക് ക്യാമ്പൊന്നുമില്ല, ട്രെയിനിങ് ഒന്നും ആവശ്യമില്ല. അത്രയും കോൺഫിഡൻസ് ആണ്. വിനീതിനുണ്ടായിരുന്നു. ബാക്കി ഹരി, ശ്രാവൺ, ഇപ്പം പേരുകൾ പെട്ടെന്ന് അങ്ങോട്ട് വരുന്നില്ല. എല്ലാവരും മുഖങ്ങൾ നമുക്ക് അതേപോലെ ഓർമ്മയുണ്ട്. ആ ഫോട്ടോസൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ, ഫോട്ടോസെല്ലാം ഓർമ്മകൾ അത്രയും സ്ട്രോങ് ആണ്. പേരുകൾ പെട്ടെന്ന് കിട്ടുന്നില്ല. അത് അപ്പം അങ്ങനെ ഇരിക്കുമ്പം തിരിഞ്ഞൊരു സെഷനിൽ ഒരു ഗ്രൂപ്പിൻ്റെ പെർഫോമൻസ് അവിടെ നല്ല ആംബിയൻസാണ്. പെരിയാറാണ് ബാക്കിൽ, യൂത്ത് ഹോസ്റ്റലിൻ്റെ ബാക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ. ഞാൻ കണ്ടിട്ടുണ്ട് അത്. ബ്യൂട്ടിഫുൾ അല്ലേ അത്. ഒരു വലിയ 3-4 മരങ്ങൾ, ആ മരങ്ങൾക്ക് ചുറ്റും തറകളുണ്ട്, കെട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്താണ് പലരും അവിടെയൊക്കെയാണ് നിന്ന് ചെയ്യുന്നത്. അപ്പം എല്ലാവരും അവിടെ ഇവിടെയൊക്കെയായിട്ട് റിഹേഴ്സൽ ചെയ്യുന്നു. കാര്യം അടുത്ത അവരുടെ ആയിരിക്കും. ചെയ്യുമ്പം അവിടെ ഒരു ഗംഭീര പെർഫോമൻസിൻ്റെ ഒച്ച കേൾക്കുന്നു. ഒരു ശബ്ദം കൂട്ടിയുള്ള ഡയലോഗ് റെൻഡറിങ്ങിൻ്റെയും നല്ല കൺവിൻസിങ് ആയിട്ട് തോന്നി. എല്ലാവരും പതുക്കെ, ഞാനങ്ങനെ അടുത്ത് നിന്ന് ഞാനിങ്ങനെ നോക്കുമ്പോൾ കലക്കനൊരു പെർഫോമൻസ്. തലപ്പാവ് എന്ന് പറഞ്ഞ സിനിമയിൽ രാജുചേട്ടൻ ചെയ്ത വർഗീസിൻ്റെ ക്യാരക്ടറിൻ്റെ ആ പെർഫോമൻസ് ആണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഭയങ്കര ബാബു ജനാർദ്ദൻ ചേട്ടൻ്റെ റൈറ്റിംഗ് ഡയലോഗ്സ് കട്ട് ചെയ്യാം, നല്ല സ്ട്രോങ് ഡയലോഗ്സ് ആണത്. ഇയാൾ ഭയങ്കര കൺവിൻസിങ് ആയിട്ടത് പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് ഇത് നിവിൻ പോളിയാന്ന് മനസ്സിലായിട്ടില്ല. 10 years ആയല്ലോ അല്ലേ? പിന്നെ താടി വെച്ചൊരാ മനസ്സിലങ്ങനെ കിട്ടുന്നില്ല, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ. കുറച്ച് ഇങ്ങനെ കലക്കം പെർഫോമൻസ് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. സോ അങ്ങനെയാണ് വന്നത്. അപ്പോൾ ആദ്യം ഹിറ്റായത് അയാൾ നടനായിട്ട് തന്നെയാണ് മനസ്സിലായോ, അയാൾ വോഫ് തോന്നിപ്പിച്ചത്. അപ്പോൾ തന്നെ എനിക്ക് തോന്നി, എനിക്ക് അന്ന് ആ ക്യാമ്പ് കഴിഞ്ഞ് വിനീതായിട്ട് ഞാൻ സംസാരിച്ചപ്പം വിനീത് പറഞ്ഞു നമുക്ക് പ്രകാശിനെ കിട്ടിയടാന്ന് പറഞ്ഞു. മനസ്സിലായോ? അന്ന് എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഈ ക്യാമ്പ് കഴിഞ്ഞ് 5 പേരെ സെലക്ട് ചെയ്തു എന്ന് പറയാൻ ഞങ്ങളെ ഏതൊരു ബീച്ചിൽ രാവിലെ 6 മണിക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ നിവിൻ്റെ കസിൻ ധീരജ്, ഇപ്പോൾ ആക്ടറാണ്, ധീരജ് ഡെന്നി, ധീരജ്, ശ്രാവണും ഹരി. ഭഗത്ത് അവിടെയാണല്ലോ, ഭഗത്തില്ലെന്ന്, ഭഗത്ത് സെറ്റാണ്, പഠിക്കുക ഓൾറെഡി ഇന്നാണല്ലോ. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ മലർവാടി ആർട്സ് ക്ലബ്ബിൽ 5 പുതിയ മുഖങ്ങളുടെ വേഷം ചെയ്യുന്നു. അത് തന്നെ എനിക്കൊന്ന് 5 ദിവസത്തെ ക്യാമ്പ് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 5 പേർക്കായിട്ട് സ്ക്രിപ്റ്റും ഈ സീൻസും ഒക്കെ വെച്ച് റിഹേഴ്സലും. വിനീത് ആ 2 ക്യാമ്പിലൂടെ നമുക്ക് ഒരു പരിചയമുണ്ടാക്കി തന്നു. ഈ ചുറ്റുപാടിൽ എന്താണ് അവിടെ നടക്കാൻ പോകുന്നത്, സെറ്റിലോട്ട് പോകുന്നത്. എസ്പെഷ്യലി ലാസ്റ്റ് ഈ 5 പേരെ മാത്രം വെച്ചതിൽ മോർ ഓഫ് സിനിമ ക്ലാസ്സസ് ആയിരുന്നു വിത്ത് ക്യാമറ. അവിടെ പി സുകുമാർ സാർ, സുഖേട്ടൻ വന്നിരുന്നു, ഞങ്ങളുടെ ക്യാമറമാൻ. അപ്പം ഓരോരുത്തരായിട്ട് ഞങ്ങളെ പരിചയപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ എനിക്കൊന്ന് ആ ഇൻഹിബിഷൻ കുറയ്ക്കാൻ നന്നായിട്ട് അത് സഹായിച്ചു. സെറ്റിൽ ചെന്നപ്പോഴത്തേക്കും അദ്ദേഹം പാട്ട് വെച്ചാൽ തുടങ്ങി. ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ജഗതി ശ്രീകുമാർ സാറും ഭഗത്തും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ, കശ്മൽ എന്ന് പറഞ്ഞ പാട്ടാണ്. എനിക്ക് ജീപ്പിൻ്റെ പുറത്തിരുന്നാൽ മതി, ഇവർ പോകുന്നൊരു ജീപ്പിൽ നമ്മളെല്ലാം പോകുന്നത്. അങ്ങനെ പതുക്കെയാണ് നമ്മളതിലോട്ട് ഇന്നാക്കിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അയാളത് വളരെ കോൺഷ്യസ് ആയിട്ട് ഞങ്ങളൊക്കെ പുതിയ ആൾക്കാരാണെന്നും ഞങ്ങളുടെ പ്രശ്നങ്ങൾ പുള്ളി ആ സമയം സൈക്കിൾ ചെയ്തു, മകൻ്റെ അച്ഛൻ കഴിഞ്ഞു, അദ്ദേഹത്തിനും അപ്പം അറിയാം ഒരു ആക്ടറിൻ്റെ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കും. അത് മനസ്സിലാക്കിയാണ് അപ്പം ഞങ്ങളെ അതിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഈ പറഞ്ഞത് ടേക്ക് തെറ്റുമ്പോൾ അല്ലെങ്കിൽ ആക്ഷൻ വിളിക്കുന്നതിന് മുന്നേ പേടിയുണ്ട്, സ്റ്റില്ലുണ്ട്, അതിലൊരു മാറ്റമില്ല. പക്ഷെ അല്ലാത്ത പേടികളൊക്കെ എനിക്ക് തോന്നുന്നു ബൈദൻ അയാൾ വിദഗ്ധമായി, അതാണല്ലോ ഞങ്ങൾ മെൻറ്ററാന്ന് പറയുന്നത്. ചുമ്മാ വന്ന് ആക്ഷൻ കട്ടും അല്ല വിളിച്ചത്. സോ ഒരു ഗ്രേറ്റ് ക്ലാസ്സസ് ഉണ്ടായിരുന്നു അതിന് മുന്നേ. അപ്പോൾ അങ്ങനെ ഒരു ഇത് ഫീൽ ചെയ്തിട്ടില്ല. എന്നും കൂളായിരുന്നു നമ്മൾ. അപ്പോൾ ഒന്നിനെ ഇത് എൻ്റെ കാൽക്കുലേഷനിൽ എനിക്ക് ഇതല്ലല്ലോ എൻ്റെ ജോലി എന്നുണ്ടല്ലോ. ജോലി പോയിരിക്കല്ലേ, അഭിനയമല്ലല്ലോ. എനിക്ക് അഭിനയത്തിലൂടെ വേറെ ജോലികളിലോട്ട് മാറാമല്ലോ. ഇത് റിലീസായി
ഈ റിസപ്ഷൻ വന്നപ്പോഴാണ് ഇത് സീരിയസ് ആയിട്ട് കാണാം എന്ന് എനിക്ക് തോന്നലുണ്ടായി. സോ അവിടെ നിന്നാണ് ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടി പലരുടെ അടുത്തും പോയത്. ഈ സിനിമ റിലീസാവുന്നത് ഭയങ്കര വിജയമാവുന്നു, അതിനുശേഷം തട്ടത്തിൻ മറയത്ത് വരുന്നു, വിജയമാവുന്നു, നിങ്ങൾ ഒരുമിച്ച് വരികയാണ്. അപ്പം ഇപ്പം നിവിൻ്റെ വിജയമാണെങ്കിലും അജുവിൻ്റെ വിജയമാണെങ്കിലും ശരിക്കും നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ഒരു വിജയം നമ്മുടെ വിജയം പോലെ നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്നതാണ്. ആ ഒരു സമയം കൊണ്ട് യു ലൈക്ക് വെരി പോപ്പുലർ. എല്ലാവർക്കും പ്രത്യേകിച്ച് കോളേജിൽ പെൺകുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള. പിന്നെ ആ തട്ടം ഓള തട്ടൊന്നും പറ്റി എൻ്റെ സാറെ തരംഗമായിരുന്നു. തട്ടത്തിൻ മറയത്ത് എടുത്ത എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ നിങ്ങളാണ്. നിവിനെയും ഐഷയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഇറ്റ് ഈസ് യു. ആ സിനിമ കാണുന്നതെല്ലാം അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ ആ സീനിൽ ആ കട്ടിലയിൽ നിങ്ങൾ തിരിയണതും പറയുന്നത് ഫോൺ എടുക്കുന്നതും ഒക്കെ എനിക്ക് അത്രയ്ക്ക് ഞാൻ വീണ്ടും കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ആ ഫോട്ടോ കാണും, ചിലരൊക്കെ ടാഗ് ചെയ്ത് അയച്ചു അന്ന് പറഞ്ഞ് കിടത്തിയതാ. ടോപ്പ് ആംഗിൾ ഷോട്ട് നോക്കുമ്പം എനിക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓർമ്മയുണ്ട് സ്ക്രിപ്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒളിമ്പിക്സിന് ഓടുന്ന പോലെ കിടന്നുറങ്ങുന്ന അബ്ദു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം നാച്ചുറലി ഞാനങ്ങനെ ടോപ്പ് ആംഗിൾ ജോമോൻ വെച്ച് കഴിഞ്ഞപ്പം അത് കൈ ഇങ്ങനെ വെച്ചു, കൈ ഇച്ചിരി കൂടെ പൊക്കി വെക്കുക എന്ന് പറഞ്ഞ് അത് ഡിസൈൻ ഷോട്ടാണ്. അതിന് ബാഗ് DK ബോസിൻ്റെ BGM റിംഗ് ടോൺ സ്ക്രിപ്റ്റഡുണ്ട്. പക്ഷെ അത്രയും പുള്ളി കണ്ടു ഈ സാധനം. ഇത്രയും ഫുൾ മ്യൂസിക്കലി ഡ്രിവൺ ആയിരുന്നു മലർവാടിയും തട്ടവും. ഇൻഫാക്ട് എല്ലാ സിനിമയും BSൻ്റെ അങ്ങനെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് നാട്ടിലോട്ട് ഇറങ്ങുമ്പോഴും നിങ്ങളുടെ മുഖം വളരെ ഫെമിലിയറായി. അതായത് ഇത്ര സിനിമകൾ ചെയ്യുന്ന ഒരാളെ ഇത്ര ആളുകൾ അറിയില്ല, അതുപോലെ മനസ്സിലായി. ശരിക്കും ആ ഒരു സമയത്തൊക്കെ ഈ ഒരു സെലിബ്രിറ്റി ഒരു ലൈഫ് ഇതൊക്കെ ആസ്വദിച്ച് തുടങ്ങിയോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലോട്ട് മാറാൻ പറ്റുമോ? അന്ന് വരെയുള്ള ജീവിതത്തിൽ നിന്ന് മാറി എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, ലോട്ട്സ് ഓഫ് മണി കമ്മിങ് ഇൻ, അതിപ്പോഴായിരിക്കും മേ ബി ഓൺലി ഫെയിമാണ് ആ സമയത്തുള്ളൂ. ഫെയിം മാത്രമേ ഉള്ളൂ. ലോട്ട്സ് ഓഫ് മണി കമ്മിങ് ഒക്കെ അന്ന്, പിന്നെ കുറച്ചും കൂടി ഇൻഡസ്ട്രി മാറി തുടങ്ങിയതൊക്കെ അത് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി. ഇപ്പം ഞങ്ങളുടെ മനസ്സിലിപ്പം തിരുവല്ലയിലാണല്ലോ ജനിച്ചതൊക്കെ. അപ്പം ഞങ്ങളുടെ മനസ്സിലൊരു തിരുവല്ലക്കാരൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒത്തിരി NRIs ആണല്ലോ, ഭയങ്കര ക്യാഷൊക്കെ ഉള്ള അടിപൊളി, ഇതാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പം അജുവിനെ കുറിച്ച് പറയുമ്പോഴും അജു തിരുവല്ലക്കാരനാണ്. അപ്പം സിനിമയിലേക്ക് വരാനായിട്ട് സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ അജുവിന് വലിയ സ്ട്രഗിളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന രീതിയിലൊരു സംസാരം, അല്ലെങ്കിൽ വീട്ടിലെ ഫിനാൻസസ് നോക്കേണ്ട വന്നിട്ടില്ല. അജു വാസ് വെൽ സെറ്റിൽഡ് വെൻ ഹി കെയിം ടു മൂവി എന്ന് പറയുന്നൊരു ചിന്തയുണ്ട്. ശരിക്കും അങ്ങനെയല്ല. വീട്ടിലെ ഫിനാൻസ് നോക്കണ്ട, നമ്മളവരെ ഡിപ്പെൻഡഡ് അല്ല, നമ്മൾ പക്ഷെ നമ്മളിൽ ഡിപ്പെൻഡഡ് ആണല്ലോ. അപ്പോൾ അതവർ, പിന്നെ എനിക്കും അത് 25 വയസ്സ് വരെയൊക്കെ അവരെ മുടിപ്പിച്ചില്ലേ. 25-ാം വയസ്സിലാണ് മലർവാടി സംഭവിക്കണേ. പിന്നെയും നമ്മൾ അവരുടെ അടുത്തു നിന്ന് കടം വാങ്ങിക്കുന്നത് നാണക്കേടല്ലേ. അപ്പോൾ ആ സമയമൊക്കെ ആയപ്പം എനിക്ക് തോന്നുന്നു മലർവാടി സംഭവിക്കുന്നതിന് മുന്നേയൊക്കെ ജോലിക്കൊന്നും പോകുന്നില്ലേ എന്നുള്ള, ഞാൻ ഈ ബ്രേക്ക് കുറച്ചങ്ങ് കൂട്ടി. എനിക്ക് ഇഷ്ടമായി നാട്ടിൽ വന്നിട്ടുള്ള വൈകിട്ട് 6 മണി തൊട്ടുള്ള ബിസി പരിപാടി അല്ല, ഇതേ ഭയങ്കര രസമായിരുന്നു. അപ്പം അതങ്ങ് എൻജോയ് ചെയ്ത് തുടങ്ങിയപ്പം നാച്ചുറലി ഈ ആൺകുട്ടികൾ ആ പ്രായത്തിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ഉണ്ടല്ലോ, അപ്പന്മാരിന്നൊക്കെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം. അതെ, അപ്പോൾ അത് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് വിനീത് രക്ഷകനായി എനിക്കൊരു ജോലി വന്നത്. അതെ, തീർച്ചയായിട്ടും. പിന്നെ അത് അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് സീരിയസ് ആയിട്ട് കാണുമെന്ന് തോന്നിയുകൊണ്ട് നമ്മൾ പിന്നെ അതിന് വേണ്ടിയുള്ളു. പക്ഷെ പിന്നെ ഐ തിങ്ക് മലർവാടി കഴിഞ്ഞ ആ സ്ട്രഗിൾ, തട്ടം തീർച്ചയായിട്ടും ബ്ലെസ്സിങ് ആയി. പക്ഷെ പിന്നെയാണ് ആക്ച്വലി നമുക്ക് പുറത്തോട്ട് വിനീത് എന്നോട് പറഞ്ഞിരുന്ന സാധനം, അങ്ങനെ നിന്നെ വിളിച്ച് നിന്നോട് ഇന്നിങ്ങനെ പറഞ്ഞു കളയാമെന്ന് പുള്ളി പറയൂല. കാഷ്വൽ ടോക്കിനിടയിൽ ഇങ്ങനെ ഇത് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എന്നൊക്കെ പറയുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ശ്രദ്ധിച്ച കാര്യത്തിൽ പറഞ്ഞാൽ എന്നോട് പറഞ്ഞ എല്ലാവരോടും ചാൻസ് ചോദിക്കണം, എല്ലാവരുടെയും സിനിമകളിൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ നിവിനോട് പറഞ്ഞു കുറച്ചും കൂടി ചൂസി ആയിട്ട് വയസ്സായിട്ടൊക്കെ ചെയ്യണം. അപ്പോൾ പുള്ളി ഓരോരുത്തരുടെയും ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു അങ്ങനെയും ഞാൻ പറയും മോൾഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അജു എനിക്ക് അറിയാവുന്നിടത്തോളം, ഇത് ഞാൻ കേട്ടിട്ടുള്ളതാണ്, അജു വളരെ കെയർഫുള്ളായിട്ട് ഇതാണെങ്കിലും ചൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതിലോട്ട് വരുന്നതിന് മുന്നേ പറയും, ഇപ്പോൾ 2013 സമയത്ത് അജു തന്നെ പറഞ്ഞിട്ടുണ്ട്, അജു പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു സമയമാണ് 2013 തൊട്ടിങ്ങോട്ടെന്ന്, അല്ലേ? പൈസയ്ക്ക് വേണ്ടി എപ്പോഴും ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി പൈസ വേണം. 13 കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. മേ ബി അത് പൈസയ്ക്കൊന്നും അല്ല കേട്ടോ, ആര് വിളിച്ചാലും പോകുന്നുള്ള സ്റ്റാൻഡായിരുന്നു ഞാൻ. ആര് എന്നെ അഭിനയിപ്പിക്കാൻ വിളിച്ചാൽ ഞാൻ പോകും. അത് സിനിമ ആയിക്കോട്ടെ, സീരിയലായിക്കോട്ടെ, പരസ്യമായിക്കോട്ടെ, ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ, എന്താണെങ്കിലും കോളടിച്ചു അഭിനയിക്കാനുണ്ടോ. കാര്യം എനിക്ക് അഭിനയിച്ച് പഠിക്കണം.
കാര്യം ഇത് നിന്ന് ചെയ്ത് ഇത് നമ്മൾ ചെറുപ്പം തൊട്ടേ സ്റ്റേജിൽ പോയിട്ടില്ല. എല്ലാവരും അവിടെ പോയി ഒരു കളരി ഉണ്ടല്ലോ എല്ലാവർക്കും ജീവിതത്തിൽ. അജു സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും യൂത്ത് ഫെസ്റ്റിവലോ പരിപാടിയോ? ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല. ഇത്രയും സ്മാർട്ടായിട്ടുള്ള ഒരാളോ? ഞാൻ സ്റ്റേജിൽ കയറാത്തതുകൊണ്ട് എനിക്കത് ഭയങ്കര, ഇപ്പോഴും എൻ്റെ കോൺഫിഡൻസിൻ്റെ പ്രശ്നം അതാണ്. എനിക്ക് ക്യാമറയും മൈക്കും വരുമ്പോൾ ഒരു ഫിയർ, ഒരു ഇൻഹിബിഷൻ വരുന്നില്ലേ, എല്ലാം സൈലൻസ് ആകുമ്പം. അത് തീർച്ചയായിട്ടും അതുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ബിലീവ് ചെയ്യാൻ. കാരണം നമ്മൾ ക്യാരക്ടേഴ്സിലൂടെയാണല്ലോ അജുവിനെ ഒത്തിരി കാണുന്നത്. എൻ്റെ ഇമ്മീഡിയറ്റ് സർക്കിളിൽ നിൽക്കുന്നത് ആ സിനിമയിലും ഇപ്പം എത്രയോ വർഷമായിട്ട് എനിക്ക് പരിചയമായ മുഖങ്ങളാണ്. ശരിയാണ്. ക്യാമറയിലെ ചേട്ടന്മാർ, യൂണിറ്റിലെ ചേട്ടന്മാർ, ക്രെയിനിലെ ചേട്ടന്മാർ, പ്രൊഡക്ഷൻ ചേട്ടന്മാർ, ADs പലരും. ഇമ്മീഡിയറ്റ് എൻ്റെ ഒരു 2 റൗണ്ട് സർക്കിൾ അവരാ. ഇപ്പോൾ എനിക്കറിയാവുന്നവരല്ലേ ചുറ്റും എപ്പോഴും. അപ്പോൾ ഓക്കെ. അപ്പോൾ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ കയറുമ്പോൾ ഒക്കെ ഉള്ളൊരു പ്രശ്നം നമുക്ക് വരും. പിന്നെ എൻ്റെ ജോലി HR ആയിരുന്ന സമയത്ത് എൻ്റെ മാനേജർ ലൈക്ക് സംബഡി ലൈക്ക് വിനീത്, എൻ്റെ ഒരു മെൻറ്റർ, പ്രൊഫഷണൽ ഒരു എത്തിക്സ് എന്നിൽ ഇൻവൈവ് ചെയ്തത് മഹേഷാണ്. ഒരു ഒരു ജോലി നമ്മൾ സമീപിക്കേണ്ട എങ്ങനെയാണെന്നൊക്കെ. ഞാൻ സദർലാൻഡിൽ HSBC മുന്നേ ജോലി ചെയ്തപ്പം അദ്ദേഹം അവിടുത്തെ മാനേജറായിരുന്നു. ഇപ്പോഴും അദ്ദേഹം സദർലാൻഡ് കൊച്ചിയിലാണ്. എനിക്കൊന്ന് വളരെ സീനിയർ പോസ്റ്റിലൊക്കെ ആയി കാണുമ്പോൾ BP ലെവലൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. അദ്ദേഹത്തിൻ്റെ ശിക്ഷണം ആണ് എൻ്റെ ടേണിംഗ് പോയിൻ്റ് ആക്ച്വലി. ഇപ്പോൾ സിനിമയിൽ വന്നിട്ട് നിങ്ങൾ ആ ഒരു ക്ലോസ് സർക്കിളാണെങ്കിലും വളരെ ക്ലോസ് നിറ്റായിട്ടുള്ള ഒരിതാണ്. അപ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സൗഹൃദങ്ങൾ കൊണ്ട് രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുടെ കൂട്ടത്തിലാണ് ശരിക്കും. ഇപ്പം നിവിനും ഒക്കെ ആണെങ്കിലും കഴിവില്ലെന്നല്ല കേട്ടോ അതിനർത്ഥം ആ ഒരു എന്നോട് എനിക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരു കമൻ്റായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് സുഹൃത്തുക്കൾ കാരണം സിനിമയിൽ നിൽക്കുന്ന ഒരാൾ. പക്ഷേ എനിക്ക് പുള്ളി എന്നെ അപമാനിക്കാനിട്ടതാണ്. പക്ഷേ എനിക്കത് അപമാനത്തിന് ഒരു അഭിമാനമാണ് തോന്നിയത്, വേറൊന്നുമല്ല. അങ്ങനെ എത്ര പേർക്ക് പറ്റുന്നു? സിനിമയിൽ നിൽക്കുന്നതല്ല ഞാൻ പറയണത്. ഫ്രണ്ട്സ് സ്റ്റിൽ ഹെൽപ്പ് ചെയ്യും. അത് എളുപ്പമല്ല. ഇപ്പം എൻ്റെ അവസാനം ഇറങ്ങിയ സിനിമ പോലും ഒരു സൗഹൃദത്തിൽ നിന്നുണ്ടായ സിനിമയാണ് ഐഡൻറ്റിറ്റി. അതൊരു ബ്ലെസ്സിങ്. അജുവിന് ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. അജു ശരിക്കും ആർ യു എ ഗുഡ് ഫ്രണ്ട് എന്ന് ചോദിച്ചാൽ വാട്ട് കൈൻഡ് ഓഫ് എ ഫ്രണ്ട് ആർ യു? അത് എനിക്ക് പറയാൻ പറ്റില്ല. അത് ആ ഒരു എക്സ്ട്രാ മൈൽ പോകുന്ന ഒരാളാണോ? എപ്പോഴും ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും എല്ലാവരും. എന്നിൽ മാത്രം ഉണ്ടാവുള്ളൂ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അത് വളരെ കൃത്യമാണ്. പണ്ടും ഒരു പരിധിക്കുള്ളിൽ ഞാൻ ആക്സസബിൾ അല്ല. അത് പലരും പറഞ്ഞിട്ടുണ്ട്. അതൊരു എപ്പോഴും അജുവിൻ്റെ അടുത്തോട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു ചെറിയൊരു മതിൽ ഒഫെൻസീവായിട്ട് ഫീൽ ചെയ്യത്തില്ല, അവരെ ബുദ്ധിമുട്ടിക്കില്ല ആ മതിൽ. ഈ 2014 സമയത്താണ് താങ്കളുടെ ജീവിതത്തിലേക്ക് അഗസ്റ്റീന കടന്നു വരുന്നത്. ആ സമയത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഫേമസ് ആയി, ആളുകൾ അറിഞ്ഞു തുടങ്ങി. ആ ഒരു കുസൃതിയും ആ ഒരു ഇതൊക്കെ കണ്ടിട്ടാണോ അഗസ്റ്റീന ജീവിതത്തിലേക്ക് വന്നത്? എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നിനക്ക് എന്താ എന്നെ ഇഷ്ടപ്പെട്ടെ? അങ്ങനെ ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും ആ സമയത്ത്. ഇപ്പം പെട്ടെന്ന് അങ്ങനെ ഓർക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ രേണു പറയുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ആംഗിളിലായിരിക്കില്ല ചോദ്യം വരിക. എനിക്കൊരിക്കലും ആ ആംഗിൾ അറിയില്ല. ഒരു പെൺകുട്ടി എന്തായിരിക്കാം ഒരു ആൺകുട്ടിയുടെ കൂടെ കാണുന്ന, ഓരോരുത്തർക്ക് മാറിയും മറിഞ്ഞൊക്കെ ഇരിക്കുകയും ചെയ്യാം. നിങ്ങൾ ഈ പ്രണയമൊക്കെ എങ്ങനെ ഒളിപ്പിച്ച് അങ്ങനത്തെ ഒരു ഒളിപ്പിച്ച് വെക്കേണ്ട സമയമൊന്നും എടുത്തില്ല. അപ്പം തന്നെ എൻഗേജ്മെൻറ്റ് വീട്ടുകാരത്ത് പറഞ്ഞു 6 months അത് ഒറ്റയടിക്കുള്ള ഇതായിരുന്നു. മലർവാടിയിൽ തന്നെ ശ്രാവൺ എന്ന് പറഞ്ഞ ആളുടെ ഫ്രണ്ടാണ് അഗസ്റ്റീന, എൻ്റെ നല്ല സുഹൃത്താണ്. സോ ശ്രാവൺ വാസ് വൺ റീസൺ മ്യൂച്വലി ഒന്ന് പരിചയപ്പെടാനും. ഞങ്ങൾക്ക് വേണ്ടി ഒരു വർക്ക് ചെയ്തു, കോസ്റ്റ്യൂം ഡിസൈനിങ് ഉള്ളതുകൊണ്ട്. പ്രൊഫഷനായിട്ട് എടുത്തിട്ടില്ല ആ സമയത്ത്. അത് പ്രൊഫഷനായിട്ട് എടുക്കാനുള്ള പ്ലാനിൽ ചെയ്തതാണെന്ന് തോന്നുന്നു. അങ്ങനെ നിവിനും എനിക്കും വേണ്ടി ഒരു 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 ഫോട്ടോഷൂട്ടാണെന്നാണ് തോന്നിയത്. ആ പരിചയം പെട്ടെന്ന് തന്നെ അത് കല്യാണത്തിലോട്ട് തന്നെയായി. പിന്നെ ആ കുട്ടിക്ക് ഒന്നും പ്രൊഫഷന് ചെയ്യാൻ പറ്റിയില്ല അജു. 4 പിള്ളേരെ നോക്കാന്ന് പറയുന്നത് തന്നെ ഒരു വലിയ പ്രൊഫഷനാണ്. നമ്മൾ അതിലെത്തിയിട്ടില്ല. ഇനി അജുവിൻ്റെ കരിയറിലോട്ട് വരുമ്പോൾ പലപ്പോഴും ചെറിയ റോളുകൾ അജു ചെയ്ത് വരുന്ന സമയത്ത് അജുവിന് നായകവേഷങ്ങൾ കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അജു ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അജുവിന് ആ സമയത്തും മെയിൻ റോളുകൾ ഓഫേർഡായിരുന്നു. പക്ഷെ ഇല്ലേ, അത് എന്തുകൊണ്ടാണ് അന്ന് ശരിക്കും അങ്ങനത്തെ ഒരു ആ റോള് വേണ്ട? ഇപ്പോഴേ അന്ന് അജു പറഞ്ഞ സെൻറ്റൻസ് ഇതാണ്: ഞാനിപ്പോൾ അത്യാവശ്യം ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് അന്ന് അജു പറഞ്ഞു. അത് തമാശ പോലെയാണ് അത് പറഞ്ഞത്. ശരിക്കും എന്തുകൊണ്ടാണ് ആ മെയിൻ റോളുകളിലോട്ട് അന്ന് ശരിക്കും യെസ് എന്ന് പറഞ്ഞങ്ങ് എടുക്കാന്നൊരു റീസൺ ശരിക്കും എന്താണ്? ഫീൽഡിലോട്ടായി പോകും. അന്നത് അഭിനയൊക്കെ അറിയാതെ മെയിൻ നായകനൊക്കെ ആയിട്ട് വരാനുള്ളൊരു കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ അഭിനയിക്കാൻ അറിയുക എന്നുള്ളതിൻ്റെ ബിഗിനിങ് പോലും ആയിട്ടില്ല.
അറിയാത്ത പറഞ്ഞാൽ നമുക്ക് തന്നെ ധൈര്യത്തോടെ ഒരു ക്യാരക്ടർ, അതുകൊണ്ട് വിളിക്കുന്ന എല്ലാ ചെറിയ വേഷങ്ങൾക്കും പോകുന്നത്. ഇപ്പോൾ മെയിൻ വേഷമൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊക്കെ സൂയിസൈഡല്ലാണ് ആ സമയത്ത്. കോൺഫിഡൻസിൻ്റെ ഇഷ്യൂ തന്നെയാണ്. അന്ന് ഞാനിത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എന്താണ്. പിന്നെ എന്നെ അത് ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യാറില്ല. എൻ്റെ ഡ്രീമിലില്ലത് നായക നടനാവണമെന്ന്. എൻ്റെ ഡ്രീമില്ലാത്തൊരു സാധനത്തെക്കുറിച്ച് ഞാൻ ജെന്യുവനായിട്ട് എഫേർട്ട് എടുക്കില്ലല്ലോ. അപ്പം ഈ ഡ്രീമിൽ ഡയറക്ഷൻ അസിസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു. ജേക്കബിൻ്റെ അസിസ്റ്റന്റ് ചെയ്യുന്ന വരെ ഉണ്ടായിരുന്നു. ആ ചെയ്ത് കഴിഞ്ഞതോടെ പോയി, വിഷമം മാറി. ഞാൻ കേട്ടത് സത്യമാണോ? സെറ്റിൽ പച്ചയ്ക്ക് വിനീതിന്റെ ചീത്ത കേൾക്കുക, അങ്ങോട്ട് പോയി കേട്ടു. അവൻ അങ്ങനെയൊക്കെ വാക്ക് ഉപയോഗിക്കുന്നത് ഞാൻ അന്ന് അറിഞ്ഞു. നോബിള് പറഞ്ഞിരുന്നു. അത് അവൻ മാറി ചിരിക്കായിരുന്നു. ഞാൻ ചെയ്ത തെറ്റൊന്നുമല്ല, പക്ഷേ ADs എല്ലാവർക്കും കിട്ടുമ്പോൾ ഒരുമിച്ച് കിട്ടും. അതേതോ ഞങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ട ജോലിയാണ്. രാവിലെ 6 മണി 5:30 കേട്ടിരിക്കണം. 5:45 സൂര്യൻ മര്യാദയ്ക്ക് വന്നിട്ടില്ല. ഈ കോളേജിൽ നിങ്ങളുടെ ഫുഡ് കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് നിങ്ങൾ ചെന്നൈയിലുള്ള ഒരുവിധ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് അജു ആയിരുന്നോ കൂടെ ഉണ്ടായിരുന്നത്? വിനീത് അങ്ങനെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വിനീതിനുണ്ടായിരുന്നല്ലോ. വിനീത് ഡേ സ്കോളർ ആയിരുന്നല്ലോ. വിനീതിന് ഫുഡ് ഇഷ്ടമാണ്. അന്നും ഇതേ ഇതുണ്ട്. പക്ഷെ എനിക്കൊന്ന് ഹോസ്റ്റലിൽ കുറച്ചുകൂടി തൊട്ടടുത്തൊക്കെ ഉള്ള കുറച്ചുകൂടി ഞങ്ങൾക്ക് ഇഷ്ടം അപ്പുറത്തുള്ള ബാറൊക്കെ. എന്തേലും കന്ദൻ വൈൻസ് അതിപ്പോഴും ഉണ്ട്. ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വിനീത് ഇതുപോലെ തന്നെ അന്നും ഹലോ അജു. വിനീത് അങ്ങനെ തന്നെയായിരുന്നു. ഇന്ന് അദ്ദേഹം സംസാരിക്കുന്ന അതേ ടോൺ തന്നെയായിരുന്നു അന്നും. അധികം ഒച്ച ഉയർത്തി സംസാരിക്കുന്ന ഒരാളല്ല. സ്റ്റേജിൽ കയറുമ്പോൾ മാത്രം, പാട്ട് പാടാൻ കയറുമ്പോൾ മാത്രം വേറൊരു എനർജി വന്നെന്തോ വേറെ ആവുന്ന ഇപ്പോഴും കാണാറുണ്ട്. ഈ ചില റീൽസൊക്കെ വരുമ്പം കാണാറുണ്ട്. അതല്ലാതെ സെയിം ഇതാണെങ്കിലും. പക്ഷെ അജുവിന് കൂടുതൽ അടുപ്പം എങ്ങനെയാണ് ധ്യാനമായിട്ട് വന്നത്? നിങ്ങളാണ് കൂടുതൽ ക്ലോസ്. അത്രയും നല്ല സവിശേഷ സ്വഭാവ ഗുണമുള്ള അവനാണല്ലോ. അതുകൊണ്ട് ഞങ്ങളങ്ങ് അടുത്ത് പോയതാ. ഒരേ ഒരു തൂവൽ പക്ഷി. അതെ. അപ്പോൾ അത് എന്നോട് വളരെ വൈകിയാണ് ഞങ്ങൾ പരിചയപ്പെട്ടതൊക്കെ. വിനീതിൻ്റെ കല്യാണത്തിൻ്റെ സമയത്താണ് ഞങ്ങൾ പ്രോപ്പറായിട്ട് കാണുന്നത് പോലും പ്രോപ്പറായിട്ട്. കുഞ്ഞിരാമായണത്തിൻ്റെ ഷൂട്ടിന് മുന്നേയൊക്കെയാണ് ഞങ്ങൾ പരിചയപ്പെട്ട് ഒരു തോണിയിൽ നമ്മളങ്ങ് പോയി തുടങ്ങി. കാരണം നിവിനും വിനീതും വേറൊരു ജഡ്ജ്മെൻറ്റിലല്ല അയാൾ. അതായിരിക്കാം ചിലപ്പം ഏറ്റവും ധ്യാൻ. ശരിയാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പം എനിക്കും മറ്റുള്ളവരുടെ കാര്യത്തിൽ ജഡ്ജ് ചെയ്യാൻ പോകാൻ സമയമില്ല. ബേസിക്കലി ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ആ സമയമില്ലാത്തതുകൊണ്ടാണ്. ഞങ്ങൾ അത്ര സെൽഫിഷ് ആയതുകൊണ്ട്, ഞങ്ങളെ മാത്രം സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ വിജയങ്ങൾ വന്ന പോലെ തന്നെ താഴ്ചകളും നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇപ്പം നിവിനാണെങ്കിലും വളരെ മോശം സമയത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. അജുവിന് എനിക്കറിയില്ല അത്രയും മോശം ഒരു സമയം. ഐ ഡോണ്ട് നോ. ഇല്ലേ, ഞങ്ങൾ ഒരുമിച്ച് സാറ്റർഡേ നൈറ്റൊക്കെ കൊണ്ടുപോയി. ഞാൻ ചോദിച്ചില്ലെങ്കിലും പറഞ്ഞുകൊണ്ട്. പിന്നെ തുടക്കകാലത്ത് വിഷമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗൂഢാലോചനയൊക്കെ എനിക്ക് എഫക്റ്റഡ് ആയിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ധ്യാനാണ് അന്നും പറഞ്ഞത് സത്യം ചെയ്യാൻ പറ്റില്ല. ധ്യാനത് വിഷയമല്ല. അതെ, അതോടെ എനിക്ക് തോന്നുന്നു കോവിഡിൻ്റെയൊക്കെ മുന്നേ തൊട്ട് ഡിറ്റാച്ച്ഡ് ആയിരുന്നു ആ കാര്യത്തിൽ, റിസൾട്ടിൽ. അതുപോലെ പരാജയങ്ങളെക്കുറിച്ച് പറയുമ്പം ഞാൻ എപ്പോഴും പ്രൈസ്ഡ് ആവാറുള്ളൊരു കാര്യമാണ് നിവിൻ അത് എടുക്കുന്ന രീതി. ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഒന്ന്, നിവിൻ ഭയങ്കര ഇൻട്രോവേർട്ടഡ് ആണ്. നിവിൻ്റെ ഫീലിങ്സ് അങ്ങനെ പുറത്ത് പറയുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും. ഹൗ ഡസ് ഹി ടേക്ക് ദി ഫെയിലിയേഴ്സ്? ആസ് എ ഫ്രണ്ട് നിങ്ങളത് കാണാറില്ലേ? ഒന്ന്, നിവിൻ ലവ് ആക്ഷൻ ഡ്രാമ കഴിഞ്ഞിട്ട് ഞാൻ ഒരു അസോസിയേഷൻ സാറ്റർഡേ നൈറ്റിലാണ് വന്നത്. അതിനെ പുള്ളി റിസീവ് ചെയ്തത് കൂളായിട്ട് തന്നെയാണ് കേട്ടോ. ഞാൻ ഓർക്കുമ്പോൾ അതിനെങ്ങനെ ഭയങ്കരമായിട്ട് മനസ്സിലോട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല. സിനിമ ചെയ്തു, സിനിമ പ്രേക്ഷകർക്ക് തൃപ്തികരമായി തോന്നിയില്ല, അവരതിൻ്റെ റിസൾട്ട് പറഞ്ഞു, മൂവ് ഓൺ ആൻഡ് അടുത്തത് വൃത്തിക്ക് ചെയ്യാൻ നോക്കുക എന്നുള്ളൂ. അതുപോലെ നിങ്ങൾ രണ്ടുപേരും എപ്പോഴും നമ്മൾ ശരീരത്തെക്കുറിച്ച് നമ്മളൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിവിനിപ്പോൾ സിനിമയിൽ വന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ, ബോഡി ഷേമിങ്ങിനെ കുറിച്ചൊക്കെ നിവിൻ അതിനുശേഷം സംസാരിച്ചു. പിന്നെ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ. പക്ഷെ ഒരുപാട് എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും ബോഡി ഷേമിങ് അല്ലെങ്കിൽ ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടില്ലേ, തടി കുറയ്ക്കണം. മറ്റത് വിനീത് പറയുന്നത് ഡിഫറെൻറ്റ് ആംഗിൾ. ഞാൻ ആര് പറയുന്നത് കേൾക്കില്ല. ഞാൻ ആര് പറയുന്നത് കേൾക്കില്ല. നോക്കിയാണത്. ഞാൻ ആരും പറയുന്നത് കേൾക്കില്ല എന്ന് ബേസിക്കലി. കേൾക്കില്ല ഇങ്ങനെ കേൾക്കില്ല എന്നല്ല, അനുസരിക്കില്ല. ഡിസൈഡ് ചെയ്ത് ജോലിയിൽ ഡയറക്ടർ പറയുക, പ്രൊഡ്യൂസർ പറയുക, ബാക്കി ഇറ്റ് ഈസ് മൈ ലൈഫ്. അതുപോലെ ലൈഫിലേക്ക് വരുമ്പോൾ അജുൻ എന്ന് പറഞ്ഞ ഒരു അപൂർവ ഭാഗ്യമാണ്. 2 സെറ്റ് ഓഫ് ട്വിൻസ് വരെ. നിങ്ങൾ ചാക്കോ മാഷാണെന്നുള്ളത് നിങ്ങൾ തന്നെ പറഞ്ഞ ആയിരുന്നു. കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ ഒരു വർഷം, കുറച്ച് മാസങ്ങൾ മുന്നേ വരെ ആ തീരുമാനം മാറ്റി ഞാൻ. എന്ത് പറ്റി? അവരിൽ നിന്ന് പഠിക്കേണ്ട സമയമായി. അതാണ് കുറച്ചും കൂടി എനിക്ക് നല്ലത്. മൂത്ത സെറ്റ് എത്ര വയസ്സായി? 10 വയസ്സ്. ഉറപ്പാ?
ടീനേജ് ഇപ്പം നേരത്തെയാണെന്നാണ് പറയുന്നത്. അതെ. മാത്രമല്ല ആ സമയത്ത് ഇനിയിപ്പോൾ ഉള്ളൊരു ലോകം കുറച്ചും കൂടി അവർക്കാണ് ബെറ്ററായിട്ട് അറിയാവുന്നത്. ഇന്നത്തെ തലമുറ അവരാണ്. നമ്മുടെ ജനറേഷനും നമ്മുടെ മുന്നോട്ടുള്ള നമ്മുടെ മുകളിലോട്ടുള്ള ജനറേഷൻസൊക്കെ ഫിയറിലാണ് കൺട്രോൾ ചെയ്തിരുന്നത്. നമ്മൾ അത് ചെയ്യരുത്, എന്തുകൊണ്ട് ചെയ്യരുത്, എക്സ്പ്ലനേഷൻ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവണം എന്നില്ല. ഈ ജനറേഷൻ ലോജിക്കൽ റീസണിങ് ആവശ്യപ്പെടും. വൈ ക്വസ്റ്റ്യൻ ചെയ്യും. നമ്മളത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ നമ്മളതിന് ഇതാ കാരണം എന്ന് പറഞ്ഞാൽ ഓക്കെ. അതില്ലെങ്കിൽ അവർ നിൽക്കില്ല. ഞാൻ പറഞ്ഞല്ല, ആരോ ഒരാളിങ്ങനെ പറഞ്ഞ് വാട്സപ്പിൽ നമുക്ക് ഈ മക്കളുണ്ടാകുമ്പോഴത്തെ ഒരു പ്രത്യേക കാര്യം, ഒരു ഗിൽറ്റ് ഫീലിംഗ് ആണ്. ഞാൻ അജുവിൻ്റെ ഒന്നും പോലെ ട്രാവൽ ചെയ്യേണ്ടി വരില്ല, എന്നാലും ഐ ഡു ട്രാവൽ. മോൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് സമയം കിട്ടുന്നില്ല. ഇനി കിട്ടുമ്പോൾ തന്നെ പെട്ടെന്ന് വലുതാവുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. നമ്മൾ ഇന്ന് കണ്ട കുട്ടിയല്ല നാളെ കാണുന്ന പോലെയാണ്. അജുവിനെ സംബന്ധിച്ച് ലോങ് ട്രാവലുകൾ കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരണേ. ഒരു ഡിസ്കണക്റ്റോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോട് നമുക്ക് സ്നേഹമില്ലെന്നല്ല ഞാനീ പറയണേ, ഒരു കൈൻഡ് ഓഫ് ഒരു ഇത് വരത്തില്ല, പിന്നെ ഒന്നേന്ന് തുടങ്ങുന്ന പോലത്തെ ഒരു ഫീലിംഗ് അങ്ങനെ ഉണ്ടോ? ഡസൻ മീൻ ദാറ്റ് എനിക്ക് ബേബീസിൻ്റെയും പിള്ളേർ ഇഷ്ടമല്ല എന്നല്ല. ഒരു കെമിസ്ട്രി ചിലപ്പോൾ വർക്കാവാറില്ല. എന്നെ കണ്ട കൊച്ചു പിള്ളേർ കരയാറുണ്ട്, മനസ്സിലായി. അപ്പോൾ ഞാനവർ ഉപദ്രവിച്ചിട്ടൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കില്ല. 4 കുട്ടികളുള്ള ഞാൻ ഈ അടുത്ത് എൻ്റെ സെറ്റിൽ ഇത്രയുള്ള കുഞ്ഞ് തന്നപ്പം ഞാൻ വളരെ പേടിച്ചു. വേറൊന്നും കൊണ്ടല്ല, ഇത് ആർട്ട് പ്രോപ്പർട്ടി അല്ല, ഇതൊരു അമ്മയുടെ കുഞ്ഞാണ്. ഞാൻ എപ്പോഴും അങ്ങനെ കാണാറുള്ളൂ, അച്ഛൻ്റെ കുഞ്ഞിനേക്കാളും ഒരു അമ്മയുടെ കുഞ്ഞെന്ന് പറഞ്ഞാൽ അതൊരു അമ്മയ്ക്ക് എല്ലാം ആ കുട്ടിയാണ്. ഞാൻ ആ ഒരു ഷോട്ട് ഞാൻ എൻ്റെ എല്ലാ ശക്തി ഉപയോഗിച്ച് ഇത് വെച്ചേക്കുക, ലൈക്ക് പുറത്തുനിന്ന് കുഞ്ഞിനെ ഞെക്കിയെന്നല്ല. ഷോട്ട് എടുത്തിട്ട് ഞാൻ അമ്മ എടുത്ത് വിളിച്ചിട്ട് വേഗം എടുത്തു. അത് ഭയങ്കര എനിക്ക് ഭയമുണ്ട് കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ. ഭയങ്കര ടെൻഡറല്ലേ അവർ. ഇപ്പം 10 വയസ്സൊക്കെ ആയപ്പോൾ എടാന്ന് വെച്ചാൽ തിരിച്ച് പോടാന്ന് വെച്ചാൽ പ്രായം. ഇപ്പം നീ വാ കറക്റ്റാണ്, ഓക്കെ എന്നുള്ള പരിപാടി. നമ്മൾ പണ്ടത്തെ കാലം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഇപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഗജ പോക്കരി എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അമ്മയൊക്കെ സ്ഥിരം സ്കൂളിൽ ഒരു രക്ഷയില്ല, ഭയങ്കര കുസൃതിയായിരുന്നു. ഞാൻ സ്കൂളിലൊക്കെ ഓക്കെയായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെയല്ലായിരുന്നു. ഞാൻ 12th വരെയൊക്കെ ഓക്കെയായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പിള്ളേർ കേരളം വിട്ടപ്പോഴാണ് തനി സ്വഭാവം പുറത്തെടുത്തത്. ആ ഒരു നാട്ടിൽ ഇവിടെ മാന്യതയുടെ മുഖം മൂടിയിട്ട് പിന്നെ തിരിച്ചു വന്നപ്പോൾ ആ മുഖം മൂടിയില്ലായിരുന്നു, പഴയ അങ്ങനെ തന്നെ അത് തന്നെ കണ്ടിന്യൂ ചെയ്തു. വൺ റൂൾ എന്തായിരിക്കും വീട്ടിൽ? എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡു നോട്ട് ലൈ. എൻ്റെ വീട്ടിൽ പറഞ്ഞേക്കുന്ന മോനടുത്ത് തെറ്റ് ചെയ്തോ, പക്ഷെ ഡോണ്ട് ലൈ. നിയമമായിട്ടൊന്നും റൂളായിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. വഴി കൂടെ പോകണ എല്ലാവരോടും സത്യം പറയണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്തിനാണ് വഴി കൂടെ പോകണ എല്ലാവരോടും നമ്മൾ സത്യം പറയേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഞാനത് ഇപ്പോഴും ആലോചിച്ച് ആ ഒരു രീതിയിൽ ചിന്തിച്ചിട്ടില്ല. അവർ ഡിസർവ് ചെയ്യണ്ടേ? അതെ, നമ്മളെ അറിയണമെങ്കിൽ. അതെ, ഞാൻ കള്ളേ പറയാറുള്ളൂ. ഇപ്പം എത്ര നേരം പറഞ്ഞത് അത് ഞാൻ പറയില്ല, എത്രമാത്രം എന്നുള്ളത്. ബട്ട് യാ, ഇറ്റ് വാസ് വണ്ടർഫുൾ. നല്ലായിരുന്നു കേട്ടോ. ആണോ? ഇതിൻ്റെ ഒരു ലൈറ്റൊക്കെ പോയി സൈലൻസ് വരും. എനിക്ക് ജനറേറ്റർ ഒച്ച ഉള്ളതാണ് ഇഷ്ടം. ഡയലോഗ് പറയുമ്പോൾ ആരും കേൾക്കാത്തത്, തെറ്റിയാലും അറിയില്ലല്ലോ, ഡബിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അല്ലെങ്കിൽ അത്രയും പറ്റാത്തതാണെങ്കിൽ ഞാൻ പറയും തെറ്റിപ്പോയി ഒന്നുറപ്പാന്ന് പറയും. പക്ഷെ ഇതെല്ലാം ചില സെറ്റിൽ ടേക്കിന് സൈലൻസ് വിളിക്കും. അപ്പോഴാണ് എനിക്ക് പ്രശ്നം. എന്നിട്ടിപ്പോൾ സൈലൻസിൽ നിങ്ങളൊക്കെ സംസാരിച്ചോ, ഞങ്ങളിവിടെ ഞങ്ങളുടെ ജോലി ചെയ്തോളാം. എനിക്കത് ഇപ്പം ഞാൻ ഒച്ചയെ പറയില്ല, ഡയലോഗ്സ് ഒച്ചയെ പറയാറില്ല. ഞാൻ ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ പറയും, പറയുന്ന ഡയലോഗ് കറക്റ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ തെറ്റിയെന്ന് ഞാൻ പറയും, പക്ഷേ ഒച്ച ചിലപ്പോൾ ഉണ്ടാവില്ല. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഞാൻ വീണ്ടും അജുവിൻ്റെ ക്യാരക്ടർ എനിക്ക് എൻ്റെ മനസ്സിലെന്നും തട്ടത്തിൻ മറയത്തിലെ ക്യാരക്ടറാണ്. എനിക്ക് അജുവിൻ്റെ ഏറ്റവും സ്പെഷ്യൽ ക്യാരക്ടർ. എത്രയൊക്കെ അജുവിന് ചെയ്താലും എനിക്കറിയില്ല, ഇതിന് എക്സൽ ചെയ്യണ ചെയ്താലും വൺ തിങ് കേട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമല്ല അത്. അജുവിനോട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ ദർ ഈസ് സംതിങ് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടർ അജുവിനുണ്ടോ? ഐ മീൻ മലർവാടി ആർട്സ് ക്ലബ് വേറെ ഒന്നുമില്ല, തുടക്കത്തിൽ തന്നെ അല്ലേ, മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ആഫ്റ്റർ മലർവാടി. അതിനെ നമ്മൾ കുറച്ചാൾ സ്നേഹിക്കും, ചിലപ്പോൾ കുറച്ചാൾ കഴിഞ്ഞ് വിടും. എനിക്കങ്ങനെ ഇല്ല, ക്യാരി ചെയ്ത് നമ്മുടെ മനസ്സിലില്ല എന്നല്ല ഞാൻ പറയണേ, പക്ഷേ സ്പെഷ്യൽ ഈസ് ഓൾവേസ് ഫസ്റ്റ്. അപ്പോൾ അജു, താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദിസ് പോഡ്കാസ്റ്റ്. താങ്ക് യു സോ മച്ച് അജു. താങ്ക് യു.